എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. രാമായണ പാരായണത്തിൻ്റെ 53-ാം ദിവസമായ ഇന്ന് രാമായണ മഹാത്മ്യമാണ് പാരായണം ചെയ്യുന്നത്. ഒരിക്കൽ നാരദമുനി ബ്രഹ്മാവിനെ സമീപിച്ച് അതിഘോരമായ കലിയുഗത്തിലെ ദുരിതങ്ങളിൽ നിന്നും ജനതതിയെ രക്ഷിക്കാൻ എന്താണ് മാർഗം എന്ന് ആരാഞ്ഞു. അപ്പോൾ ബ്രഹ്മാവ് പറയുന്ന മറുപടിയാണ് ഈ മാഹാത്മ്യത്തിൻ്റെ കാതലായ ഭാഗം. അപ്രമേയത്രയാതീത നിർമ്മലജ്ഞാനമൂർത്തയേ മനോഹരാം വിദൂരായ ദക്ഷിണാമൂർത്തയേ നമഃ. പ്രമാണങ്ങൾക്ക് അവിഷയവും ത്രിഗുണങ്ങൾക്ക് അതീതവും വിമല ജ്ഞാനത്തിടമ്പും മനോവാക്കുകൾക്ക് വിദൂരവർത്തിയുമായ ദക്ഷിണാമൂർത്തിക്ക് അഥവാ സദാശിവന് നമസ്കാരം. സൂത ഉവാച കദാചിൻ നാരദോ യോഗീ പരാനുഗ്രഹവാഞ്ചയ പര്യടൻ സകലാൻ ലോകാൻ സത്യലോകം ഉപാഗത തത്ര ദൃഷ്ട്വാ മൂർത്തിമദ്ഭിച്ഛന്തോഭിഃ പരിവേഷ്ടിതം ബാലാർക്കപ്രഭയാ സമ്യക് ഭാസയന്തം സഭാഗൃഹം മാർക്കണ്ഡേയാദിമുനിഭിസ്തൂയമാനം മുഹുർമുഹു സർവാർത്ഥഗോചരജ്ഞാനം സരസ്വത്യാ സമന്വിതം ചതുർമുഖം ജഗന്നാഥം ഭക്താഭീഷ്ടഫലപ്രദം പ്രണമ്യ ദണ്ഡവത് ഭക്ത്യാ തുഷ്ടാവ മുനിപുങ്കവഃ. സൂതൻ പറഞ്ഞു, പരാനുഗ്രഹ പ്രതിപത്തി മൂലം ലോകങ്ങളിലെല്ലാം ചുറ്റി നടക്കുന്ന നാരദമുനി ഒരിക്കൽ സത്യലോകത്തിലെത്തി. വേദങ്ങളാൽ ചുറ്റപ്പെട്ടവനും ബാലാരുണപ്രഭയാൽ സഭാഭവനം മുറ്റും ഉജ്ജ്വലമാക്കുന്നവനും മാർക്കണ്ഡേയൻ മുതലായ മുനിമാരാൽ അനവരതം പ്രകീർത്തിക്കപ്പെടുന്നവനുമായ എല്ലാ വസ്തുക്കളെയും അറിയുന്നവനും സരസ്വതീ സമേതനും ഭക്തർക്ക് വാഞ്ചിത ഫലമേകുന്നവനും ലോകനാഥനുമായ നാൻമുഖനെ ദർശിച്ച് മുനിവരൻ നാരദൻ സാഷ്ടാംഗം വണങ്ങിയിട്ട് ഭക്തിപൂർവം സ്തുതിച്ചു. സന്തുഷ്ടസ്ഥം മുനിം പ്രാഹ സ്വയംഭൂർവൈഷ്ണവോത്തമം കിം ഭ്രഷ്ടു കാമസ്ത്വമസി തദ്വദിഷ്യാമി തേ മുനേ. സന്തുഷ്ടനായ ബ്രഹ്മാവ് വൈഷ്ണവപ്രമുഖനായ ആ മുനിയോട് ആരാഞ്ഞു, അല്ലയോ മുനി, നീ എന്താണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്? ചോദിച്ചോളൂ, ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഇത്യാകർണ്യവജസ്തസ്യ മുനിർബ്രഹ്മാണമബ്രവീത് ത്വത്തശ്രുതം മയാ സർവം പൂർവമേവ ശുഭാശുഭം ഇദാനീം ഏകം ഏവാസ്തി ശ്രോതവ്യം സുരസത്തമ തദ്രഹസ്യമവിബ്രൂഹി യതി തേനുഗ്രഹോ മയി. ബ്രഹ്മാവിൻ്റെ വാക്കുകൾ കേട്ട മുനി ഇപ്രകാരം പറഞ്ഞു, ശുഭാശുഭമെല്ലാം അങ്ങയിൽ നിന്ന് ഞാൻ കേട്ടറിഞ്ഞിരിക്കുന്നു. സുരോത്തമ, ഇനി കേൾക്കേണ്ടത് ഒന്നേ ഉള്ളൂ. എന്നിൽ അവിടുത്തെ തിരുകൃപയുള്ള പക്ഷം ഗോപ്യമായാലും അത് ഉപദേശിക്കുമാറാകണം. പ്രാപ്തേ കലിയുഗേ ഘോരേ നരാ പുണ്യവിവർജിതാഃ ദുരാചാരരതാ സർവേ സത്യവാർത്താപരാങ്മുഖാഃ. ഘോരമായ കലിയുഗം പിറക്കുമ്പോൾ മനുഷ്യരെല്ലാം തന്നെ പുണ്യഹീനരും ദുരാചാരങ്ങളിൽ താല്പര്യമുള്ളവരും സത്യവാർത്തയിൽ വിമുഖരുമായി ഭവിക്കും. പരാപവാദനിരത പരദ്രവ്യാഭിലാഷിണ പരസ്ത്രീസക്തമനസ പരഹിംസാപരായണ. അന്യരെ അവവദിക്കുന്നതിൽ നിരതരും പരദ്രവ്യത്തിൽ കൊതിയുള്ളവരും പരനാരിയിൽ മനമൂന്നിയവരും പരഹിംസാതൽപരരും ആകും. ദേഹാത്മദൃഷ്ടയോ മൂഢ നാസ്തികാ പശുബുദ്ധയഃ മാതാ പിതൃകൃതദ്വേഷ സ്ത്രീദേവ കാമകിങ്കരാഃ. അവർ മൂഢരും ഉടലിനെ ആത്മാവായി കാണുന്നവരും നാസ്തികരും മൃഗമനസ്കരും മാതാപിതാക്കളെ വെറുക്കുന്നവരും നാരീപൂജകരും കാമകിങ്കരരും ആയിത്തീരും. വിപ്രാലോപഗ്രഹസ്ഗ്രസ്ത വേദവിക്രയജീവിനഃ ധനാർജനാർത്ഥമഭ്യസ്തവിദ്യാ മതവിമോഹിതാഃ. വിപ്രർ ലോഭമെന്ന ഗ്രഹത്താൽ ഗ്രസ്തരും വേദം വിറ്റ് ജീവിക്കുന്നവരും
പണം നേടാൻ വിദ്യ അഭ്യസിച്ചവരും മതമത്തരുമായി തീരും. തെക്തസ്വജാതി കർമാണ് പ്രായശപരവഞ്ചകാഃ ക്ഷത്രിയാശ്ച തഥാ വൈശ്യ സ്വധർമ്മത്യാഗശീലിനഃ. ക്ഷത്രിയരും അതുപോലെ വൈശ്യരും സ്വധർമ്മം വിട്ട് പെരുമാറുന്നവരും സ്വജാതിധർമ്മം വെടിഞ്ഞവരും മിക്കവാറും പരവഞ്ചകരുമായി ഭവിക്കും. തദ്വത് ശൂദ്രാശയേ കേചിത് ബ്രാഹ്മണാചാരതത്പരാഃ സ്ത്രിയച്ഛ പ്രായശോ ഭ്രഷ്ടാ ഭർത്തവജ്ഞാനനിർഭയാഃ ശ്വശുരദ്രോഹകാരുണ്യോ ഭവിഷ്യന്തി ന സംശയഃ ഏതേഷാം നഷ്ടബുദ്ധീനാം പരലോക കഥം ഭവേത്. ചില ശൂദ്രരും അതുപോലെ വിപ്രാചാരത്തിൽ താല്പര്യം പേരും. പെണ്ണുങ്ങൾ പ്രായേണ പിഴച്ചവരും പതിയെ അപമാനിക്കാൻ കൂസാത്തവരും ശ്വശുരദ്രോഹികളുമായി തീരും. തീർച്ചയായും നഷ്ടബുദ്ധികളായ കൂട്ടർക്ക് എങ്ങനെയാണ് പരലോക സൗഖ്യം ഭവിക്കുക? ഇതി ചിന്താകുലം ചിത്തം ജായതേ മമ സന്തതം ലഘു ഉപായേന യേനൈഷാം പരലോകഗതിർഭവേത് തമുപായോപാഖ്യാഹി സർവം വേത്തി യതോ ഭവാൻ. ഇങ്ങനെ എൻ്റെ മനസ്സ് സദാ വ്യാകുലപ്പെടുകയാണ്. ഏത് ലഘു ഉപായം മൂലം ഇവർക്ക് പരമഗതി ഉളവാകുമോ ആ ഉപായം അരുളുമാറാകണം. എന്തെന്നാൽ എല്ലാം അറിയുന്നവനാണല്ലോ അങ്ങ്. ഇതീഷേർവാക്യമാകർണ്യ പ്രത്യുവാചാംബുജാസന സാധു പൃഷ്ടം ത്വയാ സാധോ വക്ഷേതശൃണു സാദരം. ഇപ്രകാരം ഋഷിയുടെ വാക്കുകൾ കേട്ട ബ്രഹ്മാവ് പറഞ്ഞു, മുനി, നീ ചോദിച്ചത് നന്ന്, പറഞ്ഞു തരാം, അത് സാദരം കേട്ടാലും. പുരാ ത്രിപുരഹന്താരം പാർവതീ ഭക്തവത്സല ശ്രീരാമതത്വം ജിജ്ഞാസു പപ്രച്ഛ വിനയാണ്വിത പ്രിയായേ ഗിരിശസ്തസ്യ ഗൂഢം വ്യാഖ്യാതവാൻ സ്വയം പുരാണോത്തമമധ്യാത്മരാമായണം ഇതി സ്മൃതം. തത് പാർവതീ ജഗദ്ധാത്രീ പൂജയിത്വാ ദിവാനിശം ആലോചയന്തി സ്വാനന്ദമഗ്നാ തിഷ്ഠതി സാമ്പ്രതം പ്രചരിഷ്യതി തല്ലോകേ പ്രാണ്യദൃഷ്ടവശാദ്യതാ തസ്യാധ്യയനമാത്രേണ ജനായാസ്യന്തി സദ്ഗതിം. ജിജ്ഞാസുവും ഭക്തവത്സലയുമായ പാർവതീദേവി ത്രിപുരാരിയായ ശിവനോട് വിനയപൂർവം പണ്ട് ശ്രീരാമതത്വം ചോദിക്കുകയുണ്ടായി. ആ പ്രിയതമയ്ക്ക് പരമശിവൻ ഗൂഢവും പുരാണോത്തമവുമായ അധ്യാത്മരാമായണം സ്വയം വിസ്തരിച്ച് ഉപദേശിച്ചു എന്നാണ് സ്മൃതി. ജഗദംബ പാർവതി അതിനെ പൂജിച്ചും രാപ്പകൽ മനനം ചെയ്തും സ്വാനന്ദമഗ്നയായി കഴിയുകയാണിപ്പോഴും. ലോകരുടെ ഭാഗ്യവശാൽ അതെപ്പോൾ ഈ ലോകത്തിൽ പ്രചരിക്കുമോ അപ്പോൾ അതിൻ്റെ അധ്യയനമാത്രത്താൽ ജനങ്ങൾ സദ്ഗതി നേടും. അധ്യാത്മരാമായണം ഭൂമിയിൽ ആവിർഭവിക്കാതിരിക്കും നാൾ വരെ മാത്രമേ ബ്രഹ്മഹത്യാദികളായ പാപം പെരുകുകയുള്ളൂ. താവത് കലിമലോത്സാഹോ നിശങ്കം സംപ്രവർത്തതേ യാവത് ജഗതി ന അധ്യാത്മരാമായണം ഉദ്ദേശ്യതി. ലോകത്തിൽ അധ്യാത്മരാമായണം പ്രചരിക്കാത്ത കാലത്തോളമേ കലിയുടെ ദുഃഖവും ഉത്സാഹവും അവിശങ്കം പ്രാവർത്തികമാവുകയുള്ളൂ. താവത് യമപടാശൂരാ സഞ്ചരിഷ്യന്തി നിർഭയാഃ യാവത് ജഗതിന അധ്യാത്മരാമായണം ഉദ്ദേശ്യതി. അധ്യാത്മരാമായണം ജഗത്തിൽ ഉദിതമാകാത്ത നാൾ വരെയേ യമഭടർ സധൈര്യം നിർഭയമായി സഞ്ചരിക്കുകയുള്ളൂ. താവത് സർവാണി ശാസ്ത്രാണി വിവദന്തേ പരസ്പരം താവത് സ്വരൂപം രാമസ്യ ദുർബോധം മഹതാമപി യാവത് ജഗതിന അധ്യാത്മരാമായണം ഉദ്ദേശ്യതി. അന്നുവരെ ശാസ്ത്രതതി പരസ്പരം വാദിക്കൂ. അധ്യാത്മരാമായണം ലോകത്തിൽ ഉദിക്കാത്ത കാലം വരെ മാത്രമേ രാമസ്വരൂപം മഹത്തുക്കൾക്ക് പോലും ദുർഗ്രഹമായി തുടരും. അതായത് ഈ ഗ്രന്ഥത്തിൻ്റെ പ്രചാരത്തോടെ എല്ലാം സുഗ്രഹമായി തീരും, ഭഗവത് സ്വരൂപം ദർശിച്ച് ആനന്ദമടയാൻ ഇടയാകും എന്നാണ് അർത്ഥമാക്കിയിട്ടുള്ളത്. അധ്യാത്മരാമായണ സങ്കീർത്തന ശ്രവണാദിജം ഫലം വക്തും ന ശക്നോമി കാർസ്യേന മുനിസത്തമ
തഥാപി തസ്യ മാഹാത്മ്യം വക്ഷ്യേ കിഞ്ചിത്തവാനഘ ശൃണുചിത്തം സമാധായ ശിവേനോക്തം പുരാ മമ. അധ്യാത്മരാമായണത്തിൻ്റെ കീർത്തന ശ്രവണാദികളുടെ ഫലം പണ്ട് എനിക്ക് ശിവൻ ഉപദേശിച്ചു തന്നു. അത് സാകല്യേന വിവരിക്കാൻ എന്നാലാവില്ല. പുണ്യാത്മാവേ, മഹാമുനെ, എങ്കിലും അതിൻ്റെ മാഹാത്മ്യം അല്പം ഒന്ന് അങ്ങയോട് പറഞ്ഞു തരാം. മനസ്സിരുത്തി കേൾക്കുക. അധ്യാത്മരാമായണത ശ്ലോകം ശ്ലോകാർദ്ധമേവ യപഠേത് ഭക്തി സംയുക്ത സപാപാൻ മുച്യതേ ക്ഷണാത്. അധ്യാത്മരാമായണത്തിൽ നിന്ന് ഒറ്റ ശ്ലോകമോ പാതിശ്ലോകം പോലുമോ ഭക്തിപൂർവം ആര് പഠിക്കുമോ അവൻ ക്ഷണം കൊണ്ട് പാപമുക്തനാകും. യസ്തു പ്രത്യഹമധ്യാത്മരാമായണമനന്യധി യഥാശക്തി വദേത് ഭക്ത്യാ സജീവൻ മുക്ത ഉച്യതേ. അന്യചിന്ത കൂടാതെ ഭക്തിയോടെ നാൾ തോറും കഴിവിൻപടി അധ്യാത്മരാമായണം ആരാണോ പാരായണം ചെയ്യുന്നത് അവനാണ് ജീവൻ മുക്തൻ എന്ന് അറിയപ്പെടുക. യോ ഭക്ത്യാർച്ചയതേ അധ്യാത്മരാമായണമതന്ത്രിതഃ ദിനേ ദിനേശ്വമേധസ്യ ഫലം തസ്യ ഭവേന്മുനേ. ആരാണോ നിരലസരായി ഭക്തിയോടെ ദിനം പ്രതി രാമായണത്തെ പൂജിക്കുന്നുവോ മുനെ, അവന് അശ്വമേധയജ്ഞം അനുഷ്ഠിച്ച ഫലം ലഭിക്കും. യദൃച്ഛായാവിയോ അധ്യാത്മരാമായണമനാദരാത് അന്യത ശൃണുയാൻ മർത്യ സോപ് മുച്ഛേദപാതകാത്. യദൃച്ഛയായാലും അനാദരപൂർവമായാലും അന്യനിൽ നിന്ന് ഏതൊരാൾ അധ്യാത്മരാമായണം കേൾക്കുമോ അവനും പാപമോചനം നേടും. നമസ്കരോതിയോ അധ്യാത്മരാമായണമദൂരത സർവദേവാർച്ചന ഫലം സപ്രാപ്നോതിന സംശയ. അധ്യാത്മരാമായണത്തെ ആര് വണങ്ങുന്നുവോ അവന് സകല ദേവന്മാരെയും അർച്ചിച്ചതിൻ്റെ ഫലമാണ് കിട്ടുക. ഇതിൽ സംശയമില്ല. ലിഖിത്വാ പുസ്തകേ അധ്യാത്മരാമായണമശേഷതഃ യോ ദദ്യാത് രാമഭക്തേഭ്യ തസ്യ പുണ്യഫലം ശൃണു. അധ്യാത്മരാമായണം അശേഷം പുസ്തകത്തിൽ എഴുതി ആര് രാമഭക്തർക്ക് ദാനം ചെയ്യുന്നുവോ അവന് കിട്ടുന്ന പുണ്യഫലം കേൾക്കൂ. അതീതേഷു ച വേദേഷു ശാസ്ത്രേഷു വ്യാകൃതേഷു ച യത്ഫലം ദുർലഭം ലോകേ തത്ഫലം തസ്യ സംഭവേത്. ഏകാദശീ ദിനേ അധ്യാത്മരാമായണ ഉപോഷിതഃ യോ രാമഭക്ത സദസി വ്യാകരോതി നരോത്തമ തസ്യ പുണ്യഫലം വക്ഷ്യേ ശൃണു വൈഷ്ണവസത്തമ. പ്രത്യക്ഷരം തു ഗായത്രി പുരച്ഛര്യാഫലം ഭവേത്. നരവരനായ ഏത് രാമഭക്തൻ ഏകാദശിയിൽ ഉപവസിച്ച് സഭയിൽ അധ്യാത്മരാമായണം വ്യാഖ്യാനിക്കുന്നുവോ അവനുള്ള പുണ്യഫലം ഞാൻ പറയാം. വൈഷ്ണവ പ്രവര കേട്ടുകൊള്ളൂ. ഗായത്രി ദീക്ഷയുടെ ഫലമാണ് ഓരോ അക്ഷരത്തിലും കിട്ടുന്നത്. ഉപവാസവ്രതം കൃത്വാ ശ്രീരാമനവമീ ദിനേ രാത്രോ ജാഗതിരോ അധ്യാത്മരാമായണമനന്യധി യപ്പഠേത് ശൃണുയാദ്വാപി തസ്യ പുണ്യം വദാമ്യഹം. ഏതൊരാൾ രാമനവമി ദിവസം ഉപവാസവ്രതം അനുഷ്ഠിച്ച് അന്യചിന്ത കൂടാതെ രാവിൽ ഉണർന്നിരുന്ന് രാമായണം വായിക്കുകയോ അഥവാ കേൾക്കുകയോ ചെയ്യുന്നുവോ അവനുള്ള പുണ്യഫലം ഞാൻ വിവരിക്കാം. കുരുക്ഷേത്രാദി നിഖില പുണ്യതീർത്ഥേഷ്വനേകശ ആത്മതുല്യം ധനം സൂര്യഗ്രഹണേ സർവതോമുഖേ വിപ്രേഭ്യോ വ്യാസതുല്യേഭ്യോ ദത്വാ യത്ഫലമശ്നുതേ തത്ഫലം സംഭവേത് തസ്യ സത്യം സത്യം ന സംശയഃ. സമ്പൂർണ്ണ സൂര്യഗ്രഹണ വേളയിൽ കുരുക്ഷേത്രാദി സകല പുണ്യതീർത്ഥങ്ങളിലും വെച്ച് തൻ്റെ തൂക്കത്തിന് തുല്യം ധനം വ്യാസകൽപ്പരായ ഭൂസുരർക്ക് പലതവണ ദാനം ചെയ്താൽ ഏത് ഫലം ഭുജിക്കാമോ ആ ഫലമാണ് അവന് കൈവരിക. ഇത് സത്യമാണ്, സംശയമില്ല. യോഗായതേ മുദാ അധ്യാത്മരാമായണമഹർനിശം ആജ്ഞാം തസ്യ പ്രതീക്ഷന്തേ ദേവാ ഇന്ദ്രപുരോഗമാഃ പഠൻ പ്രത്യഹമധ്യാത്മരാമായണമനുവ്രത
യദ്യത് കരോതി തത് കർമ്മ തതക്കോടി ഗുണം ഭവേത്. രാപ്പകൽ അധ്യാത്മരാമായണം ആര് ഗാനം ചെയ്യുന്നുവോ അവൻ്റെ കൽപ്പന ഇന്ദ്രാദി ദേവന്മാർ പോലും കാത്തിരിക്കും. വ്രതചര്യയോടെ അനുദിനം അധ്യാത്മരാമായണം പാരായണം ചെയ്യുന്നവൻ ഏതേത് കർമ്മം ആചരിക്കുന്നുവോ അതിനെല്ലാം കോടി ഗുണഫലമാണ് സിദ്ധിക്കുക. തത്ര ശ്രീരാമഹൃദയം യപ്പടേത് സുസമാഹിതഃ സബ്രഹ്മഗ്നോ വിഭൂതാത്മാ ത്രിവിരേവ ദിനൈ ഭവേത്. ശ്രീരാമഹൃദയം യസ്തു ഹനുമത് പ്രതിമാന്തികേ ത്രിപടേത് പ്രത്യഹം മൗനി സ സർവേപ്സിത ഭാഗ് ഭവേത്. അധ്യാത്മരാമായണത്തിലുള്ള ശ്രീരാമഹൃദയം ഏകാഗ്രതയോടെ ആരാണോ പഠിക്കുന്നത് അവൻ ബ്രഹ്മഘാതകനായാൽ പോലും 3 നാൾ കൊണ്ട് തന്നെ പരിശുദ്ധനായി ഭവിക്കും. ശ്രീരാമഹൃദയം ഹനുമാന്റെ പ്രതിമയ്ക്കരികിൽ നിന്ന് ദിനംതോറും 3 നേരം മൗനമായി പഠിക്കുന്നവന് സകല കാമനകളും കൈവരും. പഠൻ ശ്രീരാമഹൃദയം തുളസ്യശ്വത്ഥയോർയതി പ്രത്യക്ഷരം പ്രകുർവീത ബ്രഹ്മഹത്യാനിവർത്തനം. തുളസി, അരയാൽ ഇവയ്ക്കരികിൽ ശ്രീരാമഹൃദയം വായിക്കുന്നവൻ പ്രത്യക്ഷരം ബ്രഹ്മഹത്യാമോചനമാണ് സാധ്യതമാക്കുക. ശ്രീരാമഗീതാമാഹാത്മ്യം കൃഷ്ണം ജാനാതി ശങ്കരഃ തദർത്ഥം ഗിരിജാഭേത്തി തദർത്ഥം വേദ്മ്യഹം മുനേ. മഹർഷേ, ശ്രീരാമഗീതയുടെ മഹാത്മ്യം മുഴുവനും അറിയാം പരമശിവന്. അതിൽ പാതി അറിയാം പാർവതിക്ക്. അതിൻ്റെ പാതിയെ എനിക്കറിയാവൂ. തത്തേ കിഞ്ചിത് പ്രവക്ഷ്യാമി കൃഷ്ണം വക്തും ന ശക്യതേ യജ്ഞാത്വാ തത് ലക്ഷണാലോക ചിത്തശുദ്ധിം അവാപ്നുയാത്. അതിൽ കുറച്ച് ഞാൻ നിന്നോട് പറയാം. മുഴുവൻ പറയാൻ കഴിവില്ല. അതറിയുന്നതോടെ ജനതയ്ക്ക് ഉടനടി ചിത്തശുദ്ധി കൈവന്നുകൊള്ളും. ശ്രീരാമഗീതായത് പാപം നാശേതി നാരദ തന്ന നശ്യതി തീർത്ഥാദൗ ലോകേ ക്വാപി കദാചന തന്ന പശ്യാമ്യഹം ലോകേ മാർഗമാണോ അവിസർവദ. അല്ലയോ നാരദരെ, ശ്രീരാമഗീത ഏത് പാപം തീർക്കില്ലയോ അത് ഈ ലോകത്തിലെ ഏത് തീർത്ഥാദിയാലും ഒരിക്കലും നശിക്കില്ല. ഭുവനത്തിലൊന്നും തേടിയിട്ടും അത് രാമഗീതയാൽ തീരാത്ത പാപം ഞാൻ കണ്ടിട്ടുമില്ല. രമേണോപനിഷൽ സിന്ധു ഉന്മധ്യോത്പാദിതാം മുദാ ലക്ഷ്മണായാർപ്പിതാം ഗീതാ സുധാം പിത്വമരോ ഭവേത്. ഉപനിഷത്ത് കടൽ കടഞ്ഞ് രാമൻ സാമോദം ആവിഷ്കരിച്ചതും ലക്ഷ്മണൻ ഏകിയതുമായ രാമഗീതാമൃതം നുകർന്ന് നരൻ അമരനാകട്ടെ. ജമദഗ്നിസുതപൂർവം കാർത്തവീര്യവദേശ്ചയാ ധനുർവിദ്യാമഭ്യസിതും മഹേശസ്യാന്തികേ വസൻ അധീയമാനാം പാർവത്യാ രാമഗീതാം പ്രയത്നത ശ്രുത്വാ ഗൃഹീത്വാശുപഠൻ നാരായണകലാമഗാത്. കാർത്തവീര്യനെ വധിക്കാൻ ഇച്ഛയോടെ ധനുർവിദ്യ അഭ്യസിക്കാൻ പണ്ട് ഭാർഗവരാമൻ പരമശിവന്റെ സന്നിധിയിൽ വസിക്കുകയും അന്ന് പാർവതീദേവി പഠിച്ചുകൊണ്ടിരുന്ന രാമഗീത പ്രയത്നപൂർവം കേട്ടും പഠിച്ചും ക്ഷിപ്രം ഗ്രഹിച്ചും നാരായണകല ആർജിക്കുകയും ചെയ്തു. രാമഗീത അഥവാ രാമായണം അധ്യയനം ചെയ്യുകയാലാണ് പരശുരാമന് നാരായണന്റെ അംശാവതാരമാകാൻ കഴിഞ്ഞത് എന്നാണ് ബ്രഹ്മാവ് അർത്ഥമാക്കിയത്. ബ്രഹ്മഹത്യാദിപാപാനാം നിഷ്കൃതിം യതി വാഞ്ചതി രാമഗീതാം മാസമാത്രം പഠിത്വാമുച്യതേ നര. ദുഷ്പ്രതിഗ്രഹം ദുർഭോജ്യ ദുരാലാപാദി സംഭവം പാവം യത്തത്കീർത്തനേന രാമഗീതാ വിനാശയേത്. ശാലഗ്രാമശിലാഗ്രേജ തുളസ്യശ്വത്ഥസന്നിധൗ യദീനാം പുരതസ്തദ്വത് രാമഗീതാം പെടേത്തുയ സദത്ഫലമാപ്നോതി യദ്വാചോ വിനഗോചരം. ബ്രഹ്മഹത്യാദി പാപങ്ങളിൽ നിന്ന് വിടുതൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ 1 മാസം മാത്രം രാമഗീത വായിച്ചിട്ട് മനുഷ്യന് അവയിൽ നിന്ന് മോചനം നേടാം. നിഷിദ്ധദാനം സ്വീകരിക്കുക, അഭക്ഷ്യം ഭക്ഷിക്കുക, ദുർഭാഷണം ചെയ്യുക മുതലായവയിൽ നിന്ന് സംഭവിച്ച പാപം രാമഗീത പാരായണം ചെയ്താൽ പാടെ നശിച്ചു പോകും. സാളഗ്രാമശിലയുടെ മുന്നിലോ തുളസി അരയാൽ ഇവയുടെ സന്നിധിയിലോ മുനിമാരുടെ മുന്നിലോ
അപ്രകാരം രാമഗീത വായിക്കുന്നവന് വാഗാതീതമായ ഫലമാണ് സിദ്ധിക്കുക. രാമഗീതാൻ പഠൻ നിത്യ യശ്രാദ്ധേ ഭോജയേ ദ്വിജാൻ തസ്യ ദേവിതര സർവേ യാന്തി വിഷ്ണോ പരംപദം. ഭക്തിയോടെ രാമഗീത പാരായണം ചെയ്തുകൊണ്ട് ശ്രാദ്ധത്തിൽ ആര് ബ്രാഹ്മണഭോജനം നൽകുന്നുവോ അവൻ്റെ ആ ശ്രാദ്ധബുക്കുകളായ പിതൃക്കളെല്ലാം പരമമായ വിഷ്ണുപദം പോകുന്നു. ഏകാദശ്യാം നിരാഹാരോ നിയതോ ദ്വാദശീ ദിനെ സ്ഥിത്വാഗ്രസ്ത്യതരോർമൂലേ രാമഗീതാം പഠേത്തുയ സ ഏവ രാഘവ സാക്ഷാൽ സർവദേവൈശ്ച പൂജ്യതേ. ഏകാദശിയിൽ ഉപവസിച്ച് ദ്വാദശി നാൾ ഇന്ദ്രിയ നിഗ്രഹപൂർവം അഗത്തിമരത്തിൻ്റെ ചുവട്ടിലിരുന്ന് രാമഗീത പാരായണം ചെയ്യുന്നവൻ സാക്ഷാൽ രാമൻ തന്നെ സകല ദേവന്മാരാലും പൂജിക്കപ്പെടുകയും ചെയ്യും. ഇങ്ങനെയുള്ള ഭക്തനും രാമനും തമ്മിൽ യാതൊരു അന്തരവുമില്ലാതാകുന്നു എന്നാണ് ഇവിടെ ബ്രഹ്മാവ് അർത്ഥമാക്കിയിട്ടുള്ളത്. രാമസായുജ്യം ലബ്ധമാകുന്നു എന്ന് നാം മനസ്സിലാക്കണം. വിനാദാനം വിനാധ്യാനം വിനാ തീർത്ഥാവഗാഹനം രാമഗീതാം നരോധീത്യ തദനന്തഫലം ലഭേത്. ദാനമില്ലാതെ, ധ്യാനമില്ലാതെ, തീർത്ഥസ്നാനമില്ലാതെ രാമഗീത മാത്രം പഠിച്ച മനുഷ്യൻ അവയുടെ അനന്തമായ ഫലങ്ങളെ നേടും. ബഹുനാകിമിഹോത്രേണ ശൃണുനാരദതത്വതഃ ശ്രുതിസ്മൃതിപുരാണേതിഹാസ ആഗമശതാനി ച അർഹന്തിന അല്പമധ്യാത്മരാമായണ കലാം അഭി. ഏറെ പറഞ്ഞിട്ട് ഇവിടെ എന്ത് കാര്യം? അല്ലയോ നാരദരെ, നേരായി കേൾക്കൂ. ശ്രുതി, സ്മൃതി, പുരാണം, ഇതിഹാസം, ആഗമശതങ്ങൾ മുതലായവ അല്പമായ അധ്യാത്മരാമായണ കല പോലും അർഹിക്കുന്നവയല്ല. അധ്യാത്മരാമചരിതസ്യ മുനീശ്വരായ മാഹാത്മ്യമേതദുദിതം കമലാസനേന യശ്രദ്ധയാ പഠതി വാ ശൃണുയാത് സമർത്ഥ്യ പ്രാപ്നോതി വിഷ്ണുപദവീം സുരപൂജ്യമാനഃ. ഓം ഇത് ശ്രീമദ് ബ്രഹ്മാണ്ഡപുരാണേ ഉത്തരഖണ്ഡേ അധ്യാത്മരാമായണ മാഹാത്മ്യം സമ്പൂർണം. ജയ് രാം ശ്രീറാം ജയ് ജയ് രാം. ഓം ജയ് രാം ശ്രീറാം ജയ് ജയ് രാം. ഓം ജയ് രാം ശ്രീറാം ജയ് ജയ് രാം. ഓം ജയ് രാം ശ്രീറാം ജയ് ജയ് രാം. ഓം